എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഞാനും അക്ഷയും കിച്ചും അദ്രിയും കണ്ണനും എല്ലാവരും ചേർന്ന്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ മൊത്തം ഷോപ്പിംഗ് ആണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ രാവിലെ 10 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് മട്ടന്നൂരേക്കാണ്. ഇന്നത്തെ ഫസ്റ്റ് പരിപാടി മട്ടന്നൂരുള്ള ലെൻസ് കാർട്ടിലേക്കാണ്. ലെൻസ് കാർട്ടിൽ അക്ഷയൻ്റെ ഗ്ലാസ് മാറ്റാനുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ലെൻസ് കാർട്ടിലേക്കാണ്. അദ്രിക്കിന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും കരച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് അദ്രക്കിനും കൂട്ടി എവിടെ വേണമെങ്കിലും പോകാം. ഞാൻ പറയാൻ മറന്നുപോയി, നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയത് പടിയൂരിൽ നിന്നാണ്. പടിയൂരിൽ നിന്ന് യാത്ര തുടങ്ങിയത് കൊണ്ട് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല റോഡാണ്, നല്ല സ്ഥലമാണ്, ചുറ്റും മരങ്ങളും. വയനാട്ടിലോട്ടൊക്കെ പോകുന്ന ഫീലാണ്. കാടിന് നടുവിൽ കൂടെയുള്ള നല്ല റോഡ്, സൈഡിൽ പുഴ. അങ്ങനെ ഞങ്ങൾ മട്ടന്നൂരിലെ ലെൻസ് കാർട്ടിലെത്തി. പക്ഷേ ഇങ്ങനെ ഓരോ ഗ്ലാസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഗ്ലാസ് എടുക്കുകയെന്നറിയില്ല. എല്ലാവരോടും സജഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഓരോ സജഷൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏത് ഗ്ലാസ് എടുക്കുമെന്ന്. അവസാനം അക്ഷയ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തു. അപ്പോൾ പിന്നെ കുറേ സമയം എടുത്തു ഏത് ഗ്ലാസ്സാണ് എടുക്കേണ്ടതെന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ഗ്ലാസ്സാണ്. ഇത് പിന്നെ എൻ്റെ സ്ഥിരം ഷോ ഓഫാണ്. എവിടെ ഗ്ലാസ് കണ്ടാലും ചെയ്യുന്ന പരിപാടിയാണ്. അതിലിങ്ങനെ ഓരോ കാഴ്ചകൾ അതിശയത്തോടെ നോക്കുന്നുണ്ട്. കുറേ ഗ്ലാസ്സൊക്കെ കാണുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് അദ്രക്കിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ബേബി ഷോപ്പിലേക്കാണ്. മട്ടന്നൂർ തന്നെയാണ്. ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ സാരമില്ല. പക്ഷേ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്. ബേബീസിൻ്റെ പലതരം ഡ്രസ്സുണ്ട്, ബേബീസ് പ്രോഡക്റ്റ് ഉണ്ട്, എല്ലാ സാധനവും കിട്ടും ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അദ്രക്കിന് നല്ല ഡ്രസ്സ് എടുത്തു. പിന്നെ അദ്രയ്ക്ക് വേണ്ടി നല്ലൊരു ബ്രഷ് വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സാധനം വാങ്ങി. അടിപൊളി ഷോപ്പാണ്. ഇപ്പം സമയം 1:30 ആയി. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ പോയത് പുന്നാടുള്ള ബേറൂട്ട് മന്തിയിലേക്കാണ്. ഇവിടെ അടിപൊളി മന്തി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് പോയി. ഒരു ഫുൾ മന്തിക്ക് തന്നെ ഓർഡർ ചെയ്തു. അടിപൊളി മന്തിയായിരുന്നു. സൂപ്പർ, ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ മന്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സലാഡ്, മയോണൈസ്, എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, കിടിലൻ ഫുഡായിരുന്നു. എല്ലാവരെയും ഫേവറേറ്റ് ഫുഡാണ് മന്തി. അതുകൊണ്ട് മന്തി കണ്ടപ്പോൾ നല്ല വിശപ്പ് കൂടി. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഫുൾ മന്തി ഞങ്ങളെല്ലാവരും ചേർന്ന് കാലിയാക്കി. ഇനിയാണ് മക്കളെ യഥാർത്ഥ ഷോപ്പിംഗ്. അക്ഷയ കുറേ സമയത്തിന് ശേഷം 2 കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏത് കളർ എടുക്കുകയെന്നറിയില്ല. അത് ഇട്ട് നോക്കിയിട്ട് കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളതാണ് എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതാ എടുക്കുകയെന്ന്. അങ്ങനെ ഇട്ട് നോക്കി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റോസ് കളർ തന്നെയാണ്. അത് സെലക്ട് ചെയ്തു. അങ്ങനെ അക്ഷയൻ്റെ ഷോപ്പിംഗ് ഏകദേശം പൂർത്തിയായി. പിന്നെ വേറെ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി എൻ്റെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ അക്ഷയൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ബോറടിച്ചപ്പോൾ നമ്മൾ സ്ഥിരം പരിപാടി ഷോഫ് തന്നെ. ഗ്ലാസ് കണ്ടാൽ പിന്നെ അറിയാമല്ലോ, സ്ഥിരം പരിപാടി. അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് തുടങ്ങി. ഞാനിങ്ങനെ ഓരോ ഷർട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഒരു ഷർട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പിന്നെ റോസ് കളർ ഷർട്ട് എൻ്റെ സൈഡോട്ട് നിങ്ങൾ കാണും. അതാണ് അവസാനം എടുത്തത്. അപ്പോൾ പിന്നെ അക്ഷയ കിച്ചുവിന് ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കിച്ചുവിന് വേണ്ടുന്ന ഷർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കളറിങ്ങനെ നോക്കുന്നുണ്ട്. ഏതാണ് എടുക്കുകയെന്നറിയില്ല. നമുക്ക് നോക്കാൻ തരും. കിച്ചുവും കണ്ണനും താഴെയാണ് ഉണ്ടായിരുന്നത്. കിച്ചുവും കണ്ണനും അദ്രിയും വരുന്നുണ്ട്. അപ്പോൾ കിച്ചുവിന് ഇഷ്ടപ്പെട്ട ഒരു കളർ ഷർട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ കിച്ചുവിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. ഇപ്പോൾ സമയം 3:45. അപ്പോൾ എല്ലാവരും ടയേർഡായി. പക്ഷേ ആർക്കും വിശപ്പുണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഉറപ്പാണ്, മന്തി കഴിച്ചുകൊണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ കാണാം. ബായ്.